സയന്റിഫിക്കാ. ഇതിന് സയൻസ് ഇല്ലാത്ത ഒരെണ്ണം ഇല്ല, ഒരു സാധനവും ഇല്ല. പിന്നെ ഓവർ സയൻസ് ചേർത്ത് പറഞ്ഞാൽ ചിലപ്പോ അതിശയോക്തി കലർത്തി എന്ന് തോന്നും. ഈ കുടുംബ ബന്ധം ദൃഢമാക്കാൻ സാംസ്കാരിക മൂല്യങ്ങൾ നോക്കാം. ഈ വർഷം കണ്ണൂര് നടന്ന സ്കൂൾ കലാമേളയില് 1143 ക്ഷേത്ര കലകളാണ് ഉണ്ടായിരുന്നത്. 1143 ക്ഷേത്ര കലകളാണ്. പിന്നെ മാർഗം കളി, അങ്ങനെ 2-3 ക്രിസ്ത്യൻ കളികള്, ദഫ്മുട്ട്, അങ്ങനെയുള്ള 2-3 മുസ്ലിങ്ങളുടെ. അവിടെ പള്ളികളും മസ്ജിദുകളും കലയെ സംരക്ഷിക്കാനുള്ള കേന്ദ്രമല്ല. കാരണം പള്ളിയിൽ കല നിരോധിച്ചിട്ട് പോലും ഉണ്ട് ചില സ്ഥലത്ത്. അപ്പൊ നമ്മുടെ ഇവിടെ നോക്കാം, നമ്മുടെ കഥകളി, നമ്മുടെ ഓട്ടംതുള്ളല്, നമ്മുടെ ചാക്യാർകൂട്ടം, നങ്ങ്യാർകൂട്ടം, പഞ്ചവാദ്യം, പാഞ്ചാലിമേളം, പിന്നെ പാണ്ഡിമേളം കൂടി എല്ലാം ഉണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നോക്കാം ക്ഷേത്രത്തിലെ നൃത്തങ്ങള്, ക്ഷേത്ര സംഗീതം, ക്ഷേത്ര വാദ്യങ്ങള്, ക്ഷേത്ര കലകള്, ക്ഷേത്ര കായികങ്ങള്, എല്ലാം ക്ഷേത്രമാണ്. വെറുതെയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം, വെറുതെയെങ്കിലും ചിന്തിക്കണം. ഈ അമ്പലം കലാപരമായിട്ട് വളരാനുള്ള കേന്ദ്രമാണ്. ആ കലകൾ ആസ്വദിക്കാനുള്ള കേന്ദ്രമാണ് ക്ഷേത്രങ്ങള്. ഒരുമിച്ചിരുന്ന് കലകൾ ആസ്വദിക്കാം. ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ഏത് കലകളാണുള്ളത്? നോർത്ത് കേരളയില് സകല വിധത്തിലുള്ള തെയ്യങ്ങളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിൽ എത്ര തരം കലകളാണുള്ളത്? തെക്കേ കേരളത്തിൽ പോയാൽ ഓരോ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാമാണുള്ളത്? വെറുതെ ചിന്തിച്ചു നോക്കാം. എല്ലാം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കലകള്, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങള്. രാമായണത്തിന്റെ നാടകം, മഹാഭാരതത്തിന്റെ നാടകം, മഹാഭാരതം ബാലെ, രാമായണം ബാലെ, കർക്കിടക മാസത്തിലെ രാമായണ വായന, അതുപോലെ തന്നെ ഭാഗവത വായന, എല്ലാം സാംസ്കാരിക മൂല്യങ്ങള് ഉദ്ധരിക്കാനും ഉത്തേജിപ്പിക്കാനുമുള്ള കേന്ദ്രമായിട്ട് ക്ഷേത്രങ്ങള്. എവിടെയാ അന്ധവിശ്വാസങ്ങൾ ഉള്ളത്? മനസ്സിന് നന്മ വരുത്താൻ, ശരീരത്തിന് നന്മ വരുത്താൻ, കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സമൂഹത്തിന് ഐക്യം ഉണ്ടാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതിന് ഞാൻ ഒരു മതത്തെ കുറിച്ച് പറയാൻ പോവാണ്. ഒരു മതത്തോടും എതിർപ്പുണ്ടായിട്ട് പറയല്ല, വസ്തുത മാത്രം. ആരും തെറ്റിദ്ധരിക്കരുത്. ലാറ്റിൻ കത്തോലിക്കല് സിറിയൻ കത്തോലിക്കന്റെ പള്ളി പോവില്ല. ഈ 2 പേര് മാർത്തോമയുടെ പള്ളി പോവില്ല. ഈ 3 പേര് ഓർത്തഡോക്സിന്റെ പള്ളി പോവില്ല. ഈ 4 പേര് ദൈവസഭയുടെ പള്ളി പോവില്ല. ഈ 5 പേര് പെന്തക്കോസ്തിന്റെ പള്ളി പോവില്ല. 6 പേര് യഹോവ സാക്ഷികളുടെ പള്ളി പോവില്ല. ഈ 7 പേര് സാൽവേഷൻ ആർമിയുടെ പള്ളി പോവില്ല. ഒരു യേശുക്രിസ്തു, ഒരു കുരിശ്, ഒരു ബൈബിള്, ഒരു യെരൂശലേം, ഒരു ഇസ്രായേല്, എന്നിട്ട് ഒരുമിച്ച് പോവില്ല. മനസ്സിലായില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു നോക്കാം. ഇവിടെ ധാരാളം മുസ്ലിം സഹോദരിമാരുണ്ട്. ഒരു മുസ്ലിമിനെ എതിർത്തോട് പറഞ്ഞാൽ വെറുതെ ചിന്തിക്കാൻ വേണ്ടി, വെറുതെ ചിന്തിക്കാൻ, നിഷ്കളങ്കമായിട്ട്, ആരെയും കുറ്റപ്പെടുത്താനല്ല. ഷിയായും സുന്നിയും തമ്മിൽ യോജിക്കില്ല. ഇവരും അഹമ്മദിയായും തമ്മിൽ യോജിക്കില്ല. ഇവരും സുൽഫിയും തമ്മിൽ യോജിക്കില്ല. ഇറാഖും ഇറാനും തമ്മിൽ 100 വർഷം യുദ്ധം. ഒരേ അല്ലാഹു, ഒരേ കാബ, ഒരേ ഖുർആൻ, ഒരേ പ്രവാചകന്റെ ശിഷ്യന്മാർ. എന്തേ യോജിക്കാത്തത്? ഇവിടെ 33 കോടി ദേവന്മാരുണ്ട്. മാത്രമല്ല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട്. ഒരു കാര്യം പച്ചയ്ക്ക് പറഞ്ഞാൽ, ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ വന്നിട്ട് ബോംബിട്ടിട്ടില്ല, ഇങ്ങനെ അവിടെ പോയിട്ടും ബോംബിട്ടിട്ടില്ല. ഇതിനകത്ത് ഏതൊക്കെ ജാതിക്കാരുണ്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് പറ്റില്ല, ദൈവാനുഗ്രഹം കൊണ്ട് അറിഞ്ഞൂടാ. സകലരും വരുന്നത് ഒരേ അമ്പലത്തിലേക്കാണ്. എന്നെങ്കിലും നിങ്ങൾക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ മണ്ഡലകാലം 41 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം സുന്ദരേശ്വര ക്ഷേത്രം കണ്ണൂരിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ മലയാളിയല്ല, ഞാൻ കന്നഡക്കാരനാണ്. എൻ്റെ മദർ ടങ് മലയാളമല്ല, കന്നഡയാണ് എൻ്റെ മദർ ടങ്. ആ മംഗലാപുരത്ത് നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ കുടൂരിട്ടവര് ഈ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ വന്ന് അവിടെ വന്ന് കുളിച്ച് ഒരു ഫുൾ ഡേ അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച്. സുന്ദരേശ്വര ക്ഷേത്രം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവനാണ്. അവിടെ 7 പൂജാരിമാരാണ് ഉള്ളത്. ഈശ്വരാനുഗ്രഹം 7 പേർക്കും കൂടുതലില്ല. അവര് പൂജ നടത്തുമ്പോഴത്തേക്ക് ഞാനകത്ത് പറഞ്ഞ ഇതിനകത്ത് കൂടുതലുണ്ട്. അപ്പൊ അവര് പൂണൂലുള്ളവരോട് പറഞ്ഞ വ്യത്യാസമില്ല, ഇല്ലാത്തവരുടെ വ്യത്യാസം.
ഒരേ ക്ഷേത്രത്തിലേക്ക് സകലരും പോകുന്ന കേന്ദ്രം അതാണ്. സമൂഹത്തിന്റെ ഐക്യമുണ്ടാക്കാനുള്ള സ്ഥിതി. നിരീശ്വരവാദിക്ക് അമ്പലത്തിലേക്ക് വരാം. പവനൻ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യക്കാരനാണ്. അപ്പോ അദ്ദേഹം വടക്കുംപുറം ക്ഷേത്രത്തില് യുക്തിവാദിയുടെ പരമാചാര്യനാണ്. തലതൊട്ടപ്പനാണ്. വടക്കുംപുറം ക്ഷേത്രത്തിലേക്ക് കറക്റ്റ് 4:30 മണിക്ക് വന്ന് ആരും കാണാതെ തൊഴും. ഒരാളത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിലിട്ടു. പവനൻ ചാരത്തോട് അങ്ങനെ മഹാഭാഗ്യത്തിന് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് ക്ഷേത്രം വന്നില്ല. ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ക്ഷേത്രം വരുമല്ലോ. മനസ്സിലായി പറഞ്ഞ് പുറകിൽ നിന്ന് എടുത്താൽ നിങ്ങളും കൂടി വരില്ലേ എന്റെ കൂട്ടത്തിൽ? ഇങ്ങനെ എടുത്താലോ ഈ ഫ്ലക്സ് മാത്രമല്ലേ വരുള്ളൂ. അപ്പോ ആലോചിച്ച് നോക്കുക. അങ്ങനെ എടുത്തോണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തൊഴിലായിരുന്നില്ല, എന്റെ ഗുരുവിന്റെ മുമ്പിൽ കൈകുപ്പായിരുന്നു. അപ്പൊ ഗുരുവിന്റെ മുമ്പിൽ കൈകുപ്പി. അങ്ങനെ കൈകുപ്പിയ ഗുരുവല്ല, വെറുതെ വിഷ് ചെയ്തതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? ഏത് യുക്തിവാദിക്കും വരാവുന്ന കേന്ദ്രമാണ് അമ്പലം. ഏത് യുക്തിവാദി വരണം. ഒരു ചെറിയ അനുഭവം പറയാം. നിങ്ങൾ ഇത്ര നേരമായിട്ട് കോട്ടുവായ വിട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഡൽഹിയിൽ പോയി കേരള ക്ലബിൽ പോയപ്പോ രാവിലെ 1 മണി, ഉച്ചയ്ക്ക് വൈകുന്നേരം 1 മണിക്കൂർ എന്റെ ക്ലാസ്. എന്റെ ക്ലാസ്സില് ശരിക്ക് ഓംചേരിയാണ് സ്വാഗതം പറഞ്ഞത്. ജോസഫ് ഇടമറുക് ഫ്രണ്ടിലിരിക്കുന്നു, സനൽ ഇടമറുക് ഇപ്പുറത്തിരിക്കുന്നു, നമ്പൂതിരി യുക്തിവാദി ഇരിക്കുന്നു. ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരാൾ സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറേ, മുമ്പിലിരിക്കുന്ന യുക്തിവാദികളുടെ പരമാചാര്യന്മാരാണ്. സാറിനെ തൊലി ഉരിക്കാനാണ് അവർ അവിടെ ഇരിക്കുന്നത്. ശ്രദ്ധിച്ചു വേണം വല്ലതും പറയാൻ. ഞാൻ കയറിയ ഉടനെ തന്നെ പറഞ്ഞു, കേരള ക്ലബ് യുക്തിവാദികളുടേതാണെന്ന് എനിക്കറിയാം, പുരോഗമനവാദികളുടേതാണെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാലും എനിക്ക് വിരോധമില്ല, സ്വീകരിച്ചാലും എനിക്ക് വിരോധമില്ല, എതിർത്താലും എനിക്ക് വിരോധമില്ല. ഞാൻ ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു. നാരായണ ഗുരുദേവൻ പറഞ്ഞ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും മാത്രമാണ് എൻ്റെ ജോലി. അത് ഞാൻ ചെയ്യും. 1 മണിക്കൂർ അത് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ആചാരങ്ങളെ മുഴുവൻ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ട് തന്നിട്ടുണ്ട്, ആചാരങ്ങളെ മുഴുവൻ ആ നോട്ട് കിട്ടാത്തവർ മേടിക്കണേ. അല്ല, പ്രിന്റഡ് നോട്ടാ. പ്രധാനമന്ത്രി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. 2 വർഷം മുമ്പ് ആഗസ്റ്റ് മാസത്തില് ബോംബെയിൽ നടന്ന ഒരു സെമിനാർ, സയന്റിഫിക് ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസിൽ ഭാരതീയ പൈതൃകത്തിലെ സമകാലീന പ്രസക്തമായ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാരോട് 4000 ശാസ്ത്രജ്ഞന്മാരോട് നിർദ്ദേശിച്ചു. അതനുസരിച്ചിട്ട് എന്നെ ഡൽഹിയിലേക്ക് നവംബർ 3-ാം തീയതി വിളിപ്പിച്ചിരുന്നു, കഴിഞ്ഞ നവംബർ 3. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ നമ്മളുടെ ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഷീറ്റ്. അങ്ങനെ 35 ഷീറ്റ് അവിടെ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഒരു 100-150 ഷീറ്റ് വരും. അതായത് ഹിന്ദു ധർമ്മം, ഭാരതീയ പൈതൃകം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പഠിക്കാം. നിരീശ്വര കൊട്ടിയൂര് അമ്പലത്തിലേക്ക് പോകുമ്പോൾ പച്ച തെറിപ്പാട്ടും മദ്യവും കൊണ്ടാ പോയിരുന്നത്. അവിടെ നാരായണ ഗുരുദേവൻ പറഞ്ഞത്, അശ്ലീല പാട്ടിന് പകരം പഞ്ചാക്ഷരി ജപിക്കുക, അതുപോലെ മദ്യത്തിന് പകരം ഇളനീരും കൊണ്ടുപോകാനാ പറഞ്ഞിരുന്നത്. അപ്പൊ കുറച്ചു കാലമായിട്ടാണ് ഈ മദ്യം വന്നിരിക്കുന്നത്. അത് കൊടുങ്ങല്ലൂരുണ്ട്. കൊടുങ്ങല്ലൂരുള്ളത് കൊണ്ട് അത് കീഴ്വഴക്കമാണ്, ആചാരമല്ല. കീഴ്വഴക്കമാണ്. കീഴ്വഴക്കം വേറെ, പ്രസിഡൻസ്. ആചാരം വേറെ, കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. കീഴ്വഴക്കം വേറെ, ചടങ്ങുകൾ വേറെ, ആചാരങ്ങൾ വേറെ. ആചാരം മനുഷ്യ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ളത്. കീഴ്വഴക്കങ്ങൾ, ഇപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് പൂർണ്ണകുംഭം നൽകിയെന്ന് വിചാരിക്കാം. ആ പൂർണ്ണകുംഭത്തിനകത്ത് എന്താ ഉള്ളത്? വായു. ഒന്നുമില്ല, വെറുതെ ചടങ്ങാണ്. അത് ആചാരമല്ല, ചടങ്ങ്. ഇത്രയും കാലമായിട്ട് ഇവിടെ വരുന്നവർക്ക് എല്ലാം പൂർണ്ണകുംഭം നൽകാറുണ്ട്. അപ്പൊ കീഴ്വഴക്കമായി. അത് കീഴ്വഴക്കമായി, ആചാരമല്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മനസ്സിനോ ശരീരത്തിനോ കുടുംബത്തിനോ സമ്പൽ സമൃദ്ധിക്കോ പ്രത്യേകതയില്ല. റെസ്പെക്ട് കൊടുക്കുന്നതേ ഉള്ളൂ. തിരിച്ച് ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം. മാടായിക്കാവില് 5 ആടുകളെ വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ഇപ്പോഴും കൊല്ലാറുണ്ട്. മാടായിക്കാവില് അവിടെ ഞാൻ ഇതേമാതിരി ക്ലാസ് എടുത്തപ്പോ 2-3 പ്രൊഫസർമാര് എഴുന്നേറ്റ് നിന്നോട് ചോദിച്ചു, സാറേ 125 കൊല്ലമായിട്ട് ഈ ചടങ്ങ് ഇവിടെ ഉണ്ട്, ആചാരമുണ്ട്, ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു.
ഒരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ 10 പ്രാവശ്യം വെച്ച് ഓരോ ദിവസവും തല്ലാറുണ്ട്. എൻ്റെ അമ്മയെ 10 പ്രാവശ്യം വെച്ച് തല്ലാറുണ്ട്. അത് പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ നടക്കുമോ സാറേ? ഇപ്പൊ ഈ ആഴ്ച ഞാൻ 10 തല്ലാം, അടുത്ത ആഴ്ച അത് 9 ആക്കാം, പിന്നത്തെ ആഴ്ച 8 ആക്കാം, പിന്നത്തെ ആഴ്ച 7 ആക്കാം എന്ന ഉത്തരം കൊടുത്തെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് പറയും? അമ്മയെ തല്ലുന്നത് പെട്ടെന്ന് നിർത്താൻ പറ്റാത്തത് കൊണ്ട് എണ്ണം കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഒരു ഉത്തരേ അറിയുള്ളൂ. തെറ്റാണെന്ന് എപ്പോ മനസ്സിലാകുന്നുവോ അന്ന് നിർത്താം. തെറ്റാണെന്ന് എപ്പോ മനസ്സിലാവുന്നു അന്ന് നിർത്താം. അതുകൊണ്ട് നമുക്ക് ഈ കല്ലിന് പകരം കരിക്ക് നിവേദിക്കാൻ പ്രൊവിഷൻ ഉണ്ട്. ആടിനെ വെട്ടുന്നതിന് പകരം ആട് മേഷം, ഉഴുന്നുവട മാഷം, ആട് മേഷം, ഉഴുന്നുവട മാഷം. ശരിക്കും രണ്ടാമത്തെ മണി കഴിഞ്ഞു. 13 വർഷം ഞാൻ പൂജാരിയായിരുന്നു, ചോറ്റാനിക്കര ഉൾപ്പെടെ 13 വർഷം പൂജാരിയായി. ഏത് പൂജയും ഹോമവും ഈ സ്റ്റേജില് ഒരാളുടെയും സഹായം ഇല്ലാതെ, ഒരു പുസ്തകം ഇല്ലാതെ നടത്താൻ പറ്റും. ആ രണ്ടാമത്തെ മണി കഴിഞ്ഞ് ആദ്യത്തെ മണിയിൽ നിവേദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ മണി കഴിഞ്ഞ് മേഷാഭൂപം നിവേദയാമി എന്ന് പറയാം. ഉണ്ടാക്കണം. ആ വാഹനം ഉണ്ടാക്കേണ്ട മരത്തിന്റെ പേരാണ് ദേവദാരു. ദേവദാരു വൃക്ഷം കൊണ്ട് ഉണ്ടാക്കണം ദേവവാഹനം. ആന ആരുടെയും വാഹനമല്ല, ഇന്ദ്രന്റെ വാഹനം. ഇന്ദ്രന് കേൾക്കുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാ ഓർമ്മ വരുന്നത്. ഒരു ഇന്ദ്രനും ചന്ദ്രനും എന്നെ തൊടില്ല എന്ന് 4000 പോലീസുകാരുടെ നടുക്കിനോട് പറഞ്ഞത് ഓർമ്മിക്ക. ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് പഞ്ചഭൂതം, പഞ്ചപ്രാണൻ, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം 20. പഞ്ചഭൂതം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചപ്രാണൻ, അതിന്റെ രാജാവായിട്ടുള്ള മനസ്സ്, അതിനെയാണ് ഇന്ദ്രിയൻ എന്ന് പറയാ. ഇന്ദ്രൻ എന്ന് പറയാ. ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് ഇന്ദ്രൻ. ആ മനസ്സ് വിചാരിച്ചാലേ എന്തു ആവുള്ളൂ. അപ്പൊ ആ മനസ്സിനെയാണ് ഇന്ദ്രൻ. അല്ലാണ്ട് ആകാശത്തിന്റെ മുകളിൽ ഒരു ഇന്ദ്രനും ഇല്ല, ഭൂമിയുടെ താഴെ ഒരു ചന്ദ്രനും ഇല്ല എന്ന് കൂടി അറിയുന്നത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അനാചാരങ്ങളും ദുരാചാരങ്ങളും ക്ഷേത്രത്തിൽ ഇടക്കാലത്ത് വന്നതാണ്. ഇത് തിരിച്ച് നമ്മുടെ വിഷയത്തിൽ മനസ്സിന് നന്മ വരുത്താൻ, ശരീരത്തിന് ആരോഗ്യം വരുത്താൻ, കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സാംസ്കാരികമായ മൂല്യവർദ്ധനയ്ക്ക്, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ, രാഷ്ട്രത്തിന്റെ ഐക്യത്തിനുള്ള ആചാരങ്ങൾ. വെറുതെ ആലോചിച്ച് നോക്കാം. നിങ്ങൾ ശബരിമലയിൽ പോയിട്ട് ഇപ്രാവശ്യം 4.83 കോടി ജനങ്ങളാണ് ശബരിമലയിൽ വന്നത്. കേരളത്തിൽ ഹിന്ദുക്കളുടെ മൊത്തം എണ്ണം 1.73 കോടിയാണ്. കേരളത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം 1.73 കോടി. ഇപ്പൊ ജനിച്ച കുട്ടി ഉൾപ്പെടെ, പെൺകുട്ടികൾ ഉൾപ്പെടെ. എങ്ങനെ 4.83 കോടി ജനങ്ങൾ ശബരിമലയിലേക്ക് വന്നു? തമിഴ്നാട്, കർണാടക, ഒറീസയിൽ നിന്നെല്ലാം. ഇവർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് കേരളത്തിലെ ഒരു ക്ഷേത്രമാണ്, മലയാള രീതിയിലുള്ള ക്ഷേത്രമാണെന്ന്? അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. അവർ നോക്കുക, ആ ബർമൂഡ ട്രയാങ്കിൾ ഇട്ടുകൊണ്ടാണ് ചിലർ വന്നിരിക്കുന്നത്. ബർമൂഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പഴയ പാൻറ് പഴയ കത്രിക കൊണ്ട് മുറിച്ചാല് ബർമൂഡ ട്രയാങ്കിളായി. ഈ വിശാഖപട്ടണത്തിൽ നിന്ന് കയറുമ്പോൾ ബർമൂഡ ട്രയാങ്കിൾ ഇട്ടുകൊണ്ട് ശബരിമലയിലേക്ക് വന്ന് പമ്പയിൽ കുളിച്ച് തിരിച്ച് അവിടെ വരെ പോകുന്നത് വരെ ഇത് ഊരണ്ട, കാറ്റും കയറും. അപ്പോൾ ഓർമ്മിക്കുക, അവിടെ ആരും ചോദിച്ചില്ല താൻ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നത്. ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമിത്ഷാ ഷട്ടൂര്യമായിരിക്കും, ഇത്ര തടിയുണ്ട്. അതിട്ടുകൊണ്ടാണ് ഓരോരുത്തർ പോകുന്നത്. അവിടെയൊക്കെ പോയി തിരിച്ചു വരുമ്പോഴും എന്നാലോചിച്ച് നോക്കാം, നീയും അയ്യപ്പൻ, ഞാനും അയ്യപ്പൻ. മനുഷ്യനെ ഈശ്വരനായിട്ട് കാണാം. ആ തെലുങ്കനോ റഷ്യ എന്ന് പറഞ്ഞ 470 പേര് പ്രാവശ്യം ഉണ്ടായിരുന്നു അവിടെ. നീയും അയ്യപ്പൻ, ഞാനും അയ്യപ്പൻ. പെൺകുട്ടിയാണെങ്കിൽ മാളികപ്പുറം, വലിയ അമ്മച്ചിയാണെങ്കിൽ കുതിരപ്പുറം. ഓർമ്മിച്ച് നോക്കുക, എല്ലാം ഈശ്വരന്റെ ഭാവത്തില്. ഈ കെട്ടും കെട്ടി 3100 അടി കയറി ഇവിടെ തിരിച്ചു വരുമ്പോ ക്യൂവിൽ നിൽക്കുമ്പോ എത്രയൊക്കെ ഭാഷ സംസാരിക്കുന്നവരാ? കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വിദേശ രാജ്യമാണ്, വേറെ ആൾക്കാരാണെന്ന്? തോന്നിയിട്ടില്ല. നമ്മള് തിരുപ്പതി പോയി നോക്കുക, നമ്മള് ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി നോക്കുക, നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി നോക്കുക. അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ജനുവരി 26 റിപ്പബ്ലിക് ഡേയില് രാമേശ്വരത്ത് പോയിരുന്നു. 1 ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ടായി. ആ അമ്പലത്തിനകത്ത് തമിഴര് ജോലിക്കാരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നിറച്ച് നോർത്ത് ഇന്ത്യൻസാ, ഫുൾ നോർത്ത് ഇന്ത്യൻസാ. ഇത്രയുള്ള വിഗ്രഹമാണ് അവിടെ ഉള്ളത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല.
ഇനി അകത്തേക്കോട്ട് കയറ്റിയില്ല. അവിടെ നിന്നോണ്ട് തൊഴുമ്പോൾ ശ്രീരാമാന്ന് പറഞ്ഞിട്ട് തൊഴാനേ പറ്റുള്ളൂ. ആ ചെറിയ 3 ഇഞ്ച് പൊക്കമുള്ള ഒരു വിഗ്രഹം കാണാൻ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കെട്ടി ഇവിടെ വന്ന് രാമേശ്വരം കണ്ടാൽ, പണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടാൽ സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾ പോകണമെന്ന് വെറുതെ എങ്കിലും പോകണം. രാമേശ്വരത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നടന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല. അത്ര ധന്യമായിട്ട് ഒരു സ്ഥലം. അതുപോലെ ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, സാധിക്കുമെങ്കിൽ ഋഷികേശിൽ പോകണം. ഋഷികേശ് ഹിമാലയത്തിൽ പോകാനും കൈലാസത്തിൽ പോകാനും ബുദ്ധിമുട്ടാണ്. ഋഷികേശിൽ പോവാം. എറണാകുളത്ത് നിന്ന് ട്രെയിനുണ്ട് ഹരിദ്വാർ വരെ. ഹരിദ്വാറിൽ ഇറങ്ങിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ 60 രൂപ ഓട്ടോറിക്ഷ നിങ്ങളെ നേരെ ഋഷികേശിലാണ്. അവിടെയും ഇവിടെയും ഇഷ്ടമാതിരി ആശ്രമങ്ങളുണ്ട്. പരമാവധി 200 രൂപ, എത്ര മുറി വേണമെങ്കിലും കിട്ടും. ഒന്ന് പോകണം, എന്നിട്ട് ഗംഗയിൽ കുളിക്കണം ഭംഗിയായി. നിങ്ങൾ ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ നടുക്കലത്തെ പക്ഷോ എന്ത് പക്ഷം വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒന്ന് പോയി നോക്കുക. ആ ഋഷികേശിൽ ഗംഗാതീരത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സുഖം ഈ ജന്മത്തിൽ നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല. എല്ലാ വർഷവും ഞാൻ പോയിരുന്നു, പ്രയാഗയിൽ പോയിരുന്നു കുംഭമേളയ്ക്ക്. 38 പ്രാവശ്യം ഞാൻ കുടിച്ചു 4 ദിവസത്തിൽ. എന്താ ഒരു സന്തോഷം അറിയോ? അന്ധമായിട്ട് ആത്മീയതയുള്ള ആളല്ല ഞാൻ ദൂരെ നിന്നേ തൊഴാറുള്ളൂ. പക്ഷേ ആ പ്രയാഗയിലെ അനുഭവം, ഹരിദ്വാറിലെ അനുഭവം, ഋഷികേശിലെ അനുഭവം അവാച്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പറയാൻ പറ്റൂ. ഭക്ഷണത്തിനൊരു ക്ഷാമമില്ല, എവിടെ പോയി കിടക്കാൻ കുഴപ്പമില്ല, വലിയ കള്ളത്തരയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആത്മീയതയുടെ ഐക്യമാണ്, രാഷ്ട്രത്തിൻ്റെ ഐക്യം. ഋഷികേശിൽ വരുന്ന ഒരു അമേരിക്കക്കാരനും ഒരു ഇംഗ്ലണ്ടുകാരനും ഒരു റഷ്യക്കാരനും ഒരു യൂറോപ്യനും തോന്നില്ല ഞാൻ എൻ്റെ മാതൃഭൂമിയിലല്ല, ഇന്ത്യയിലാണെന്ന് അവർക്ക് തോന്നില്ല. അത്ര ഇഴുകിച്ചേർന്ന അവർ ജീവിക്കുന്നത്, അത്ര ഇഴുകിച്ചേർന്നാ ജീവിക്കുന്നത്. അതൊന്ന് കാണണം അവിടെ പോയിട്ട്. ആത്മീയത ലോക ജനതയെ എങ്ങനെ ഒരുമിപ്പിക്കുന്നു, ഈ ഭാരതം എന്ന രാഷ്ട്രം എങ്ങനെ ഒരുമിച്ചുണ്ടെന്ന് നോക്കാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്നത്തെ വിഷയമായിട്ട് ബന്ധമുള്ളതല്ല, നിങ്ങളുടെ അടക്കളയിലെ അലമാരിയിൽ വെച്ചിരിക്കുന്ന കടുക് കേരളത്തിൽ ഉണ്ടാക്കണില്ല, ഉലുവ കേരളത്തിലില്ല, ഉഴുന്ന് കേരളത്തിലില്ല, സാമ്പാർ പരിപ്പ് കേരളത്തിലില്ല, പട്ടാണിപ്പരിപ്പ് കേരളത്തിലില്ല, ചുവന്ന മുളക് കേരളത്തിലില്ല, ഉരുളക്കിഴങ്ങ് കേരളത്തിലില്ല, സവാള കേരളത്തിലില്ല, ചെറിയ ഉള്ളി കേരളത്തിലില്ല, ഈ ചെറുപരിപ്പ് കേരളത്തിലില്ല, വലിയ പരിപ്പ് കേരളത്തിലില്ല, അരി പോലും കേരളത്തിലല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ മുതൽക്ക് ആന്ധ്രയിൽ നിന്ന് വന്ന് തുടങ്ങിയപ്പോൾ 10 രൂപ ഇവിടുത്തെ വില കുറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മൾ കഴിക്കുന്നതിൽ 90% പുറത്തുനിന്ന് വരികയാണ്. ഇത് പുറത്തുനിന്ന് വരാൻ തുടങ്ങിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷമാണോ കേരളത്തിലേക്ക് ഇത് വരാൻ തുടങ്ങിയത്? എത്ര കാലായി? ഈ രാജസ്ഥാനിലെ കായം, ഹരിയാനയിലെ ഉലുവ, ഉത്തർപ്രദേശിലെ മല്ലി, മധ്യപ്രദേശിലെ പരിപ്പ്, ബംഗാളിലെ കടുക്, ആന്ധ്രാപ്രദേശിലെ മുളക്, കർണാടകയിലെ മഞ്ഞപ്പൊടി, തമിഴ്നാട്ടിലെ പച്ചക്കറി, കേരളത്തിലെ പച്ചവെള്ളം ഉപയോഗിച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കുന്ന രാജസ്ഥാൻ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാ. എന്ന് ആലോചിച്ച് നോക്കുക, ഈ രാഷ്ട്രം എത്ര ഗംഭീരമായിട്ട് ഐക്യത്തിൻ്റെ. ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊട്ടാരക്കര ചടയമംഗലം വരെ വന്നു. നിങ്ങൾ എന്തെങ്കിലും ഒറ്റപ്പാലത്ത് പോകുന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലത്തെ ഭാരതപ്പുഴയുടെ അടുത്തൊന്ന് പോയി നോക്കാം. ആ ഭാരതപ്പുഴയുടെ ഇപ്പുറത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ ഒരു പേരുണ്ട്, ഭാരതപ്പുഴ. ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്. എന്താ ആ പേര് വരാൻ കാരണം? ഹസ്തിനപുരത്ത് നിന്ന് പാണ്ഡവർ ആരംഭിച്ച യാത്ര ഒറ്റപ്പാലത്ത് അവിടെ ഭാരതപ്പുഴയിൽ കുളിച്ച് പാണ്ഡുവിന് പിതൃകർമ്മം നടത്തിയിട്ട് അവസാനിപ്പിച്ചത്. ആ പ്രദേശം വരെ ഭാരതപ്പുഴയുടെ പേര് നീളാനദി. അതിനുശേഷമാണത് ഭാരതപ്പുഴ ആവുന്നത്. നമ്മൾ മൊത്തത്തിൽ ഭാരതപ്പുഴ പറയുന്നു. ഈ നീളാനദിയുടെ പേരാണ് ഈജിപ്തിലെ നൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നീള, അത് നൈല്, ഒരേ പേരാ ഉപയോഗിച്ചിരിക്കുന്നത്. വെറുതെ ആലോചിച്ച് നോക്കാം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യം ആത്മീയതയിൽ എത്ര ഉറച്ചു നിൽക്കുന്നു എന്ന് നോക്കാം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി പത്രം. ഉത്തര ഭാരതത്തില് മസാല ഉണ്ടാക്കണമെങ്കിൽ ഏലക്കായ അവിടെ ഇല്ല, കുരുമുളക് അവിടെ ഇല്ല, കറുകപ്പട്ട അവിടെ ഇല്ല, ഗ്രാമ്പു അവിടെ ഇല്ല. ഇത് കെട്ടി കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ ഉള്ളത് ഇങ്ങോട്ടും വരണം. എന്തിനാ ഇത്രയും പറഞ്ഞറിയോ? ഇന്നത്തെ വിഷയത്തില് ക്ഷേത്രം അത് ശാസ്ത്രീയമാണ്,
അത് മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് എത്ര ധന്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചു നോക്കാം. ഇപ്പോഴും അത് സാധിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്നിലേക്ക് നിങ്ങളുടെ ബന്ധുക്കൾ അമേരിക്കയിൽ നിന്ന് വന്നാൽ എന്താ പരിപാടി എന്ന് ആദ്യം ചോദിക്കാം. 2-3 ബന്ധുക്കളുടെ വീട്ടിൽ പോകണം, പിന്നെ ഒന്ന് ഗുരുവായൂർക്കും പോകണം. ആ അമേരിക്കയിൽ നിന്ന് വന്ന ആൾ ഗുരുവായൂർക്ക് പോകാൻ ഒരു ലക്ഷ്യമാണ്. ഒന്ന് ചോറ്റാനിക്കരെ പോകണം, ഒന്ന് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം. ആലോചിച്ച് നോക്കാം. ഞാൻ എന്നും പറയാനുള്ള ഒരു വരിയുണ്ട്. വാടാനപ്പള്ളി മുതൽക്ക് കരുനാഗപ്പള്ളി വരെ 480 കുടുംബക്ഷേത്രങ്ങളുണ്ട്. വാടാനപ്പള്ളി മുതൽക്ക് കരുനാഗപ്പള്ളി 480 കുടുംബക്ഷേത്രങ്ങളും നവീകരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ആ നവീകരിച്ചുകൊണ്ട് വരുമ്പോ 100, 200, 300, 400 കുടുംബാംഗങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർ ഒത്തുചേരുക. ഭാഗവത സപ്താഹം, പുനഃപ്രതിഷ്ഠ, ഉത്സവം. ആ കുടുംബത്തിനകത്ത് ഞാൻ കായംകുളത്തും കരുനാഗപ്പള്ളിയിലും 2-3 കുടുംബക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടത് എന്താ അറിയോ? ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞ് വീട്ടുകാർ ഒരുമിച്ചിരിക്കുന്നു. എന്നിട്ട് ചർച്ച. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗം വന്ന് ചികിത്സയിൽ കഴിയുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, ഹയർ സ്റ്റഡീസിന് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടാത്തവരോ ആൺകുട്ടിയെ കിട്ടാത്തവരോ ഉണ്ടോ, വീട് വെക്കൽ പകുതിയാക്കിയിട്ട് നിർത്തിയവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തിയവരുണ്ടോ? ഇതാ ചർച്ച 7 ദിവസം. എന്നിട്ടൊരു 10, 60, 70 ലക്ഷം രൂപ ഇവർക്കായിട്ട് ഷെയർ ചെയ്യാം. ഇത് മറ്റേത് മതത്തിലാണ് ഉള്ളത്? വെറുതെ ചിന്തിക്കാം. കുടുംബാംഗങ്ങൾ ഈ തൃശ്ശൂരിൽ അടുത്ത കാലത്ത് രാത്രി ഒരു 7 മണിക്കൊരു പ്രഭാഷണം ഉണ്ടായി. ആ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് പർദ്ദയിട്ട ഒരു സ്ത്രീയും മകനും ആ അമ്പലത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ സ്വാഗതം പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തിയിട്ട് ആരോ ചെന്ന് ചോദിച്ചു, എന്താ വേണ്ടത്? നാളെ എൻ്റെ ഓപ്പറേഷനാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിട്ട് വന്നതാണ്. രാത്രി 7 മണി കഴിഞ്ഞു, നല്ല തണുപ്പുണ്ട്, ജനുവരി മാസത്തിൽ. ഈ സ്വാഗതം പറഞ്ഞാൽ സ്വാഗതം നിർത്തിയിട്ട് അമ്മ അടുത്ത വീട്ടിലാണ്, അവർക്ക് നാളെ ഓപ്പറേഷനാണ്, ആശുപത്രിയിൽ പോകണം, പൈസ ഇല്ല, നിങ്ങൾക്ക് എന്താ